ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫാമിലി സ്റ്റാർ എന്ന മൂവിയാണ്. ജോയിന്റ് ഫാമിലിയോടൊപ്പം താമസിച്ചുകൊണ്ടിരുന്ന നായകന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുന്നു. പിന്നീട് അവന്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ ഒരു മൂവിയിലൂടെ കാണിക്കുന്നത്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ നായികയായ ഇന്ദുവിനെയാണ് കാണിക്കുന്നത്. അവളുടെ കല്യാണ ഒരുക്കങ്ങൾക്കിടയിൽ അവൾ വിഷമിച്ചിരിക്കുന്ന കണ്ടിട്ട് കുറച്ച് സ്ത്രീകൾ അവളോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, നീ വല്ല എക്സാമിനും തോറ്റുപോയോ എന്ന്. അതിനെ അങ്ങനെ വേണമെങ്കിലും പറയാമെന്ന് ഇന്ദു പറയുന്നുണ്ട്. അത് കേട്ട സ്ത്രീകൾ പറയുന്നുണ്ട്, അത് സാരമില്ല, ഒരു തവണ കൂടി എഴുതിയാൽ മതിയെന്ന്. എന്നാൽ ഈ എക്സാമിന് ഒരു ചാൻസ് മാത്രമേ ഉണ്ടായിരുന്നുവെന്നും അത് താൻ നഷ്ടപ്പെടുത്തിയെന്നുമാണ് അവൾ പറയുന്നത്. അത്രയ്ക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട് ഏതാണെന്ന് അവർ ചോദിക്കുന്നു. അങ്ങനെ ഇന്ദു തന്റെ സ്റ്റോറി പറയുകയാണ്. ഇന്ദു തോറ്റുപോയി എന്ന് പറഞ്ഞ ആ സബ്ജക്റ്റിന്റെ പേരാണ് ഗോവർദ്ധൻ. അതാണ് നമ്മുടെ നായകൻ. അവന്റെ പ്രായത്തിലുള്ള എല്ലാവരും ലൈഫ് എൻജോയ് ചെയ്യുന്ന സമയത്ത് അവനൊരു ജോയിന്റ് ഫാമിലിയുടെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. സർക്കാരിൽ നിന്ന് കിട്ടുന്ന സവാളയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെക്കാൾ മുൻപേ അവൻ ഓടിപ്പോയി ക്യൂ നിൽക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്ന ആൾക്കാരോട് സാധനങ്ങളുടെ വിലക്കയറ്റത്തെക്കുറിച്ചും നിത്യച്ചെലവിനെ കുറിച്ചും ഒക്കെ അവൻ സംസാരിക്കുന്നു. സാധനവും വാങ്ങി വീട്ടിലെത്തി അവൻ നോക്കുമ്പോൾ ചേട്ടത്തി ദോശ ചുടുന്നതാണ് കാണുന്നത്. ഒരു ദോശയ്ക്ക് ഒരുപാട് ദോശമാവ് ഉപയോഗിക്കുന്ന കണ്ടിട്ട് വളരെ നൈസായിട്ട് എങ്ങനെ ദോശ ചുടാവുന്നവരെ അവൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതും കണ്ട് അവന്റെ ചേട്ടന്റെ മക്കളെല്ലാം അവനെ കളിയാക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് അവന്റെ മൂത്ത ചേട്ടത്തിയോട് അവരുടെ മകൻ പറയുന്നുണ്ട് തന്റെ ഷൂ പഴയതാണെന്നും പുതിയത് വാങ്ങിക്കണമെന്നും. എന്നാൽ അതിനൊന്നും ഇപ്പൊ കാശില്ലാന്ന് പറഞ്ഞിട്ട് അവരവനെ വഴക്ക് പറയുന്നു. അവൻ നേരെ വന്ന് ചേട്ടത്തിയോട് പറയുന്നുണ്ട് താൻ അവന് ഷൂ വാങ്ങി കൊടുത്തോളാമെന്ന്. ചേട്ടൻ എപ്പോഴാ രാത്രി വന്നതെന്ന് ചോദിക്കുന്നു. അതൊന്നും തനിക്കറിയില്ല എന്നാണ് ചേട്ടത്തി പറയുന്നത്. അവന്റെ ചേട്ടൻ ജോലിക്കൊന്നും പോകാതെ ഫുൾ ടൈം മദ്യപിച്ച് നടക്കുകയാണ്. അവന്റെ രണ്ടാമത്തെ ചേട്ടനാകട്ടെ ബിസിനസ് ചെയ്ത് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ്. അതിനു വേണ്ടിയിട്ട് ഗോവർദ്ധന്റെ കമ്പനിയിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള ലോൺ കിട്ടുമോ എന്ന് അവനോട് ചോദിക്കുന്നുണ്ട് അയാൾ. അവനത് ശരിയാക്കാമെന്ന് ഉറപ്പ് കൊടുക്കുന്നു. പുറത്തേക്ക് ഇറങ്ങി അവനാകട്ടെ അവന്റെ അമ്മയോട് പറയുന്നുണ്ട് ഇങ്ങനെ ഹെൽത്ത് ഒന്നും നോക്കാതെ അമിതമായിട്ട് പഞ്ചസാര കഴിക്കരുതെന്ന്. ഞാൻ നടക്കാൻ പോകാൻ പറഞ്ഞിട്ട് എന്താ പോകാത്തതെന്ന്. അങ്ങനെ ആ ഫാമിലിയിലെ എല്ലാവരെയും കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഗോവർദ്ധൻ. അവനാകട്ടെ വർഷങ്ങളായിട്ട് പഴകിയൊരു ബൈക്കാണ് ഉപയോഗിക്കുന്നത്. പെട്രോൾ ലാഭിക്കാൻ വേണ്ടി പോകുന്ന വഴിയിലൊക്കെ അവൻ പല വണ്ടികളിലും പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. ആ പെട്രോൾ പമ്പിലാകട്ടെ ഏറ്റവും കുറഞ്ഞ രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നതും അവനായിരുന്നു. കമ്പനിയിൽ ചെല്ലുമ്പോൾ പോലും ലിഫ്റ്റ് ഉപയോഗിക്കാതെ ഹെൽത്തിന് നല്ലത് സ്റ്റെപ്പുകളാണെന്ന് പറഞ്ഞിട്ട് അവൻ സ്റ്റെപ്പ് കയറിയാണ് പോകുന്നത്. അന്ന് അവനൊരു പ്രോജക്ട് പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. അത് വളരെ നല്ല രീതിയിൽ അവൻ അവതരിപ്പിക്കുന്നുണ്ട്. അവനിൽ ഇംപ്രസ്സായ ബോസ് ആകട്ടെ അവൻ എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്നു. എന്നാൽ അവൻ തനിക്ക് വേണ്ടി ഒന്നും തന്നെ ചോദിക്കുന്നില്ല. അവന്റെ ചേട്ടന്റെ ബിസിനസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സെറ്റാക്കി കൊടുക്കാനാണ് ആവശ്യപ്പെടുന്നത്. അവന്റെ ഓഫീസിലെ തന്നെ ഒരു പെൺകുട്ടിയാകട്ടെ കുറെ വർഷങ്ങളായിട്ട് അവന്റെ പിറകെ നടപ്പാണ്. എന്നാൽ അവൻ അവളെ മൈൻഡ് പോലും ചെയ്തിരുന്നില്ല. കാരണം അവൻ ജോയിന്റ് ഫാമിലിയിൽ താമസിക്കുന്നതൊന്നും അവൾക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. അവളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ തന്റെ ഫാമിലിയെ തകർക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. ഒരു ദിവസം വഴിയിൽ വെച്ച് അവനവന്റെ മൂത്ത ചേട്ടനെ കണ്ടെങ്കിലും അവർ തമ്മിൽ പരസ്പരം മിണ്ടാറില്ല എന്ന് അവരുടെ രീതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഇതിനിടെ അവൻ കൺസ്ട്രക്ഷൻ ഏറ്റെടുത്ത ഒരാളുടെ സൈറ്റ് ആകട്ടെ മറ്റൊരാൾ കയറാൻ ശ്രമിച്ചപ്പോൾ അവൻ അതിൽ ഇടപെടുകയും അയാൾക്ക് ആ സ്ഥലം തിരിച്ചു വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അന്ന് വൈകുന്നേരം അവൻ വീട്ടിലെത്തിയിട്ട് അവന്റെ ചെറിയ ബോട്ടിൽ കുറച്ച് മദ്യവുമായിട്ട് ആരും കാണാതെ മുകളിലിരുന്ന് കഴിക്കാൻ പോവുകയായിരുന്നു. എന്നാൽ അവന്റെ അമ്മ പറയുന്നുണ്ട് നിന്റെ ആ റൂം ഞാൻ വാടകയ്ക്ക് കൊടുത്തു എന്ന്. അത് കേട്ട് ഞാൻ അവരെ ഇപ്പോൾ ഒഴിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ മുകളിലേക്ക് കയറിപ്പോകുന്നു. എന്നാൽ അവിടെ അവൻ നമ്മുടെ നായിക ഇന്ദുവിനെയാണ് കാണുന്നത്. കണ്ട മാത്രയിൽ തന്നെ അവൻ അവളെ ഇഷ്ടമായി. ഇവിടെ വന്ന മുതൽ എല്ലാവരിൽ നിന്നും ഗോവർദ്ധനെ പറ്റിയാണ് അറിയുന്നതെന്നും എന്താവശ്യമുണ്ടെങ്കിലും ഗോവർദ്ധനെ വിളിച്ചാൽ മതിയെന്നുമാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാനും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ വിളിക്കുമെന്ന് അവൾ പറയുന്നു. അവളുടെ സംസാരമൊക്കെ ഇഷ്ടപ്പെട്ട അവനാകട്ടെ അവന്റെ സാധനങ്ങളുമായിട്ട് താഴേക്ക് പോകുന്നു. അവൻ നേരെ അവന്റെ ഫ്രണ്ടിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോഴവന്റെ ഫ്രണ്ട് പറയുന്നുണ്ട് താനാണ് ആ പെൺകുട്ടിക്ക് നിന്റെ വീട് പരിചയപ്പെടുത്തി കൊടുത്തതെന്ന്. ഇന്ന് ആ പെൺകുട്ടി എന്റെ അടുത്താണ് വീട് ചോദിച്ചു വന്നത്. സിംഗിൾ റൂമാണെങ്കിലും ഓക്കെ ആണെന്ന് പറഞ്ഞു. നിന്റെ വീട്ടിലൊരു റൂമുണ്ട്, എന്നാൽ അവിടെ കുട്ടികളൊക്കെ ഉണ്ട്, ബഹളമാകും, ശല്യമാകും എന്നൊക്കെ പറഞ്ഞിട്ടും ആ പെൺകുട്ടിക്ക് അതൊന്നും പ്രശ്നമായിരുന്നില്ല. ഫാമിലി എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നിടം നല്ലതാണെന്നാണ് അവൾ പറഞ്ഞത്. അങ്ങനെ ഗോവർദ്ധൻ നേരെ വീട്ടിലെത്തിയപ്പോൾ അവിടെ വലിയ ബഹളം നടക്കുകയാണ്. ഇന്ദു മുകളിലേക്ക് ബിരിയാണി ഓർഡർ ചെയ്തറിഞ്ഞിട്ട് കുട്ടികൾക്കും അത് വേണമെന്ന് ബഹളം വെക്കുകയാണ്. എന്നാൽ എല്ലാ ആഴ്ചയും സൺഡേസിൽ നമ്മൾ കഴിക്കുന്നതല്ലേ, ഈ ആഴ്ചത്തെ കഴിഞ്ഞു, ഇനി അടുത്ത ആഴ്ചയെ പറ്റുമെന്ന് അവൻ പറയുന്നുണ്ട്. എന്നാൽ കുട്ടികൾ അത് കേൾക്കാൻ തയ്യാറാകുന്നില്ല. അതിനിടെ ഇന്ദു ആകട്ടെ മുകളിലേക്ക് ഐസ്ക്രീം ഓർഡർ ചെയ്യുന്നു. ഇതെല്ലാം കുട്ടികൾ കാണുമ്പോൾ അവർക്കും വേണമെന്ന് വാശി പിടിക്കുകയാണ്. പിറ്റേന്ന് അവള് ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ കുട്ടികൾ വാശി പിടിക്കുന്നു. അവസാനം ശല്യം സഹിക്കവയ്യാതെ അവനാകട്ടെ മുകളിൽ പോയി ഇന്ദുവിനോട് പറയുന്നുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് ഓർഡർ ചെയ്യാനൊന്നും പറ്റത്തില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പുറത്ത് പോയി കഴിക്കാൻ, അല്ലെങ്കിൽ ഇവിടെ കുക്ക് ചെയ്ത് കഴിക്കാൻ. നിങ്ങൾ വാങ്ങുന്നു കണ്ടിട്ട് കുട്ടികൾ ബഹളമുണ്ടാക്കുന്നുവെന്ന്. ഇത് കേട്ട് അവള് പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം, ഞാൻ അവർക്കും കൂടി വേണ്ടി ഓർഡർ ചെയ്യാമെന്ന്. എന്നാൽ അതൊന്നും വേണ്ട എന്ന് അവൻ പറയുന്നു. അവൻ പോകാൻ നേരം അവളാകട്ടെ അയൺ ബോക്സ് ഉണ്ടോ
ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അവൻ താഴെ നിന്നും അയൺ ബോക്സ് എടുത്തുകൊണ്ട് വന്ന് അവളുടെ ഡ്രസ്സ് അയൺ ചെയ്യുന്നുണ്ട്. അവൾക്ക് അയൺ ചെയ്യാൻ അറിയില്ലായിരുന്നു. അവനതൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് അവൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. അവൻ ഒരു തരത്തിലുള്ള മെയിൽ ഈഗോയും ഇല്ലായിരുന്നു ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്യാൻ. ഓഫീസിലെത്തിയ അവനെ ആകട്ടെ ഒരു ബാറിൽ നിന്ന് ഒരാളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിന്റെ ചേട്ടൻ ഇവിടെ കാശില്ലാതെ കള്ളു കുടിക്കാൻ വന്നിട്ട് ബഹളമുണ്ടാക്കുകയാണെന്ന്. എന്നാൽ ചേട്ടന് വേണ്ടുന്നത്ര കൊടുത്തോളാൻ അവൻ പറയുന്നു. കാശെല്ലാം ഞാൻ ഇട്ടുതരാമെന്നും പറയുന്നുണ്ട്. ആ ബാറുടമ അവന്റെ ചേട്ടനെ പറ്റി മോശമായിട്ട് പറയാൻ തുടങ്ങിയപ്പോൾ അവന് സഹിച്ചില്ല. അവൻ അയാളോട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവനാകട്ടെ തന്റെ ഒരു ക്ലയന്റിനെ കാണാൻ വേണ്ടിയിട്ട് മാളിൽ പോകുമ്പോഴാകട്ടെ അവിടെ തന്റെ കുടുംബത്തോടൊപ്പം ഇന്ദു ഇരുന്ന് ഫുഡ് കഴിക്കുന്ന കാണുന്നു. ഇന്ദു അവരെ എല്ലാവരെയും പുറത്തേക്ക് കൊണ്ടുവന്നതാണെന്ന് മനസ്സിലാക്കി അവനാകട്ടെ അമ്മയെ വിളിക്കുന്നുണ്ടെങ്കിലും അമ്മ മനഃപൂർവ്വം അവന്റെ കോള് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവൻ എത്തുന്നതിന് മുമ്പ് വീട്ടിലെത്തണമെന്ന് കരുതി അവർ നേരത്തെ വന്നെങ്കിലും അതിനു മുൻപേ അവർക്ക് വേണ്ടി അവൻ വെളിയിൽ തന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു. അവനെ കണ്ടത് എല്ലാവരും ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോകുന്നു. അവള് പറയുന്നുണ്ട്, എനിക്ക് ഒറ്റയ്ക്ക് പോയി പുറത്ത് കഴിക്കാൻ മനസ്സ് തോന്നിയില്ല. അവരെ എല്ലാവരും പുറത്ത് കൊണ്ടുപോയപ്പോൾ ഒരുപാട് എൻജോയ് ചെയ്തുവെന്ന്. ഇടയ്ക്കൊക്കെ ഇവരെ ഇതുപോലെ പുറത്ത് കൂട്ടിക്കൊണ്ടു പോകണമെന്ന് അവനോട് പറയുന്നു. അവള് മുകളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവനാകട്ടെ എല്ലാവരെയും വഴക്ക് പറയുന്നു. ഒരു സ്ട്രേഞ്ചർ വന്ന് വിളിച്ചപ്പോഴത്തേക്ക് ഓടിയങ്ങ് പോയേക്കുന്നു. എല്ലാം ആവശ്യമില്ലാതെ നമ്മുടെ ഫാമിലിക്കുള്ളിലേക്ക് ഒരു സ്ട്രേഞ്ചറിനെ കൂട്ടിക്കൊണ്ടുവരേണ്ട കാര്യമില്ല. പുറത്തുനിന്ന് വരുന്ന പലരും നമ്മുടെ ഫാമിലിയെ തകർക്കാനാണ് ശ്രമിക്കുന്നത്. ഈ നാട്ടിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും നിങ്ങൾ ടി-വിയിൽ കാണുന്നതല്ലേ. ഇങ്ങനെ സ്ട്രേഞ്ചേഴ്സിനോടൊക്കെ അധികം സംസാരിക്കാൻ നിൽക്കേണ്ട കാര്യമുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു. ഇതെല്ലാം തന്നെ പുറകിൽ നിന്ന് ഇന്ദു കേൾക്കുന്നുണ്ടായിരുന്നു. അവനെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അവളെ കാണുന്നത്. ഒരുപാട് സങ്കടത്തോടെയാണ് അവൾ അവിടെ നിന്നും പോകുന്നത്. താൻ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി എന്ന് തോന്നിയിട്ട് അവൻ പിറകെ പോകുന്നുണ്ട്. എന്നാൽ അവളാകട്ടെ ഡോർ ക്ലോസ് ചെയ്യുന്നു. പിന്നീട് പലതവണ അവളോട് സംസാരിക്കാൻ ശ്രമിക്കുകയും സോറി പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും അവളാകട്ടെ അവനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഒടുവിൽ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് അവൻ അവളോട് വീണ്ടും സോറി പറയുന്നുണ്ട്. തന്നെ കോളേജിൽ ഡ്രോപ്പ് ചെയ്യാമോ എന്ന് അവൾ ചോദിക്കുന്നു. എന്നാൽ കോളേജ് ഇവിടെ നിന്നും 40 കിലോമീറ്റർ അകലെയാണെന്നും പെട്രോൾ അടിച്ചു തരാമെങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്നും പറയുന്നു. അങ്ങനെ അവളെ കൊണ്ട് തന്നെ പെട്രോൾ അടിപ്പിച്ചിട്ടാണ് അവൻ അവളെ ഡ്രോപ്പ് ചെയ്യുന്നത്. ഇറങ്ങാൻ നേരം അവൾ പറയുന്നുണ്ട് കോളേജ് തീരുന്നത് 5 മണിക്കാണെന്ന്. തന്നെ വൈകിട്ട് പിക്ക് ചെയ്യാൻ വരണമെന്ന് അവൾ അവനോട് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതാണ്. വൈകിട്ട് അവളെയും കൂട്ടിയാണ് അവൻ വീട്ടിലേക്ക് വരുന്നത്. അവര് തമ്മിൽ അടുക്കാൻ തുടങ്ങിയത് വീട്ടിലുള്ള എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങിയിരുന്നു. പതിയെ പതിയെ അവർ കൂടുതൽ അടുത്തു. ഒരു ദിവസം ഇന്ദുവിനെ അവൻ ഓഫീസിലും കൊണ്ടുപോകുന്നു. ഓഫീസിൽ അവനെ പ്രപ്പോസ് ചെയ്ത ആ പെൺകുട്ടിയാകട്ടെ അവളെ കണ്ടതും വളരെയധികം അസൂയോടെ നോക്കുന്നു. പിന്നീട് ഇന്ദു ആകട്ടെ ഗോവർദ്ധൻ ജീവിക്കുന്ന അതേ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ജീവിക്കുന്നത്. അവൻ വാങ്ങിക്കുന്ന പോലെ കുറഞ്ഞ വിലയ്ക്ക് സാധനം വാങ്ങിക്കുകയും അവനെ പോലെ ലിഫ്റ്റ് യൂസ് ചെയ്യാതെ സ്റ്റെപ്പുകൾ കയറുകയും ചെയ്യുന്നു. ശരിക്കും അവന്റെ ഫാമിലിയിലെ ഒരു മെമ്പറിനെ പോലെയായി മാറി അവളും. അങ്ങനെയിരിക്കും ഒരു ദിവസം ഗോവർദ്ധൻ ഇല്ലാത്ത സമയത്ത് കുറച്ച് ഗുണ്ടകൾ വന്നിട്ട് അവന്റെ വീട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നു. അവന്റെ മദ്യപാനിയായ ചേട്ടനാകട്ടെ അവരുടെ കയ്യിൽ നിന്ന് 8 ലക്ഷം രൂപ വാങ്ങിച്ചു. എന്നാൽ തിരിച്ചു കൊടുത്തില്ല. എല്ലാം മദ്യപിച്ചു തീർത്തു. ഒന്നുകിൽ ഇന്ന് വൈകിട്ട് ഞാൻ അയക്കുന്ന ഓട്ടോയിൽ ക്യാഷുമായിട്ട് വരണം, അല്ലെങ്കിൽ അവന്റെ ചേട്ടത്തി ആ ഓട്ടോയിൽ കയറി വരണമെന്ന് അയാൾ പറയുന്നു. എന്നാൽ ഇതറിഞ്ഞ ഗോവർദ്ധനാകട്ടെ അവന്റെ ഫുൾ ഫാമിലിയുമായിട്ടാണ് അവിടേക്ക് ചെല്ലുന്നത്. ഫാമിലിയിൽ ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെ നേരിടണമെന്ന് കുട്ടികളോട് പറഞ്ഞിട്ട് അവനാകട്ടെ ആ ഗുണ്ടകളെല്ലാം അടിക്കുന്നു. കാശ് മാത്രമാ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ക്ഷമിച്ചേനെ. എന്നാൽ എന്റെ ചേട്ടത്തിയോട് ഇവിടെ വരാൻ പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു അവന്റെ അടി. അന്ന് വൈകുന്നേരം തിരിച്ച് വീട്ടിലെത്തി അവന്റെ ചേട്ടനോട് അവൻ സംസാരിക്കുന്നുണ്ട്. ശരിക്കും നിന്റെ പ്രശ്നം എന്താ? എന്തിനാ നീ ഇങ്ങനെ കുടിക്കുന്നത്? ചേട്ടത്തെ സപ്പോർട്ട് ചെയ്യുന്നതും നിന്റെ കുട്ടികളെ പഠിപ്പിക്കുന്നതും എല്ലാം ഞാനാണ്. എനിക്കതിലൊരു വിഷമവുമില്ല. അതിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ടേ ഞാൻ കാണുന്നുള്ളൂ. എന്നാൽ ശരിക്കും നീയാണ് അതെല്ലാം ചെയ്യേണ്ടത്. ഇവനിങ്ങനെ ഓരോന്ന് പറയുന്ന കേട്ടിട്ട് അവന്റെ ചേട്ടനാകട്ടെ അവനെ അടിക്കുന്നു. അങ്ങനെ ഇന്ദു ആകട്ടെ ഇവർ തമ്മിലുള്ള പ്രശ്നത്തിന്റെ കാരണം ഗോവർദ്ധന്റെ അമ്മയോട് ചോദിക്കുന്നു. അവന്റെ ചേട്ടനാകട്ടെ UPSC എക്സാം ക്ലിയർ ചെയ്തിട്ട് പലതവണ ഇന്റർവ്യൂവിൽ എത്തിക്കഴിയുമ്പോൾ ഫെയിൽ ആയിട്ടാണ് തിരിച്ചു വരുന്നത്. അവരെന്നോട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങളാണ് ചോദിക്കുന്നതെന്ന് അയാൾ പറയാൻ തുടങ്ങി. ഇനി അടുത്ത ഇയർ നോക്കാമെന്ന് അയാൾ പറയും. ഇത് കേട്ട് ഗോവർദ്ധൻ പറയുന്നുണ്ട്, ഇങ്ങനെ ഓരോ തവണയും നിന്റെ അഹങ്കാരം കൊണ്ട് നീ തോറ്റിട്ട് വരും. എന്നാൽ ഇതിനെല്ലാം ക്യാഷ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നീ ചിന്തിക്കുന്നില്ല. നിനക്ക് വേണ്ടത് ജോലിയല്ലേ? അപ്പോൾ അവര് ചോദിക്കുന്ന ചോദ്യത്തിന് നീ മറുപടി പറഞ്ഞാൽ പോരെ? ആവശ്യമില്ലാതെ എന്തിനാ വഴക്കുണ്ടാക്കാൻ നിൽക്കുന്നത്? ഗോവർദ്ധന്റെ ഈ ഒരു സംസാരം അവന്റെ ചേട്ടന് ഇഷ്ടപ്പെടുന്നില്ല. അതിനുശേഷം അയാൾ മദ്യപിക്കാൻ തുടങ്ങി. പിന്നീട് ഒരു മുഴു കുടിയനായി മാറി. താൻ അന്ന് അങ്ങനെയൊക്കെ സംസാരിച്ചതിന്റെ പേരിലാണ് തന്റെ ചേട്ടൻ ഇങ്ങനെ ഒരു കുടിയനായി മാറിയതെന്നുള്ള ഗിൽറ്റിലാണ് അവൻ ഇപ്പോഴും ജീവിക്കുന്നത്. അതിന്റെ പേരിൽ അവന്റെ ചേട്ടത്തിയോ കുട്ടികളോ അവനെ എന്തെങ്കിലും പറയുമോ എന്ന് അവൻ ഇടയ്ക്കിടയ്ക്ക് പേടിയുണ്ട്. പിറ്റേന്ന് രാവിലെ വിഷമിച്ചിരിക്കുന്ന ഗോവർദ്ധന്റെ അടുത്തേക്ക് ഇന്ദു വന്ന് സംസാരിക്കുന്നു. എന്നിട്ട് അവളാകട്ടെ തന്റെ ഫീസ് അടയ്ക്കാൻ വെച്ചിരുന്ന ക്യാഷ് എല്ലാം അവന് കൊടുക്കുന്നു. ആ റൗഡികൾക്ക് കൊടുക്കാനുള്ള ക്യാഷ് എല്ലാം കൊടുത്തു തീർക്കാൻ അവൾ പറയുന്നുണ്ട്. എന്നാൽ അതൊന്നും വേണ്ട എന്ന് അവൻ പറഞ്ഞെങ്കിലും നിന്റെ ഫാമിലിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നീ നോക്കുമായിരിക്കും. എന്നാൽ നിനക്കെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നോക്കാൻ ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവൾ അത് കൊടുത്തിട്ട് പോകുന്നത്. അവൾ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് അവളെ പിടിച്ചു നിർത്തി അവൻ ചോദിക്കുന്നുണ്ട്. ലൈഫ് ലോങ് ഞാൻ നിന്നെ നോക്കിക്കോളാമെന്ന് അവൾ പറയുന്നുണ്ട്. എന്നാൽ അവൻ പറയുന്നുണ്ട്, ഞാൻ എന്റെ ഫാമിലിക്ക് വേണ്ടി ഒരുപാട് ടൈം കൊടുക്കാറുണ്ട്. ചിലപ്പോൾ നിനക്ക് വേണ്ടി മാത്രം തരാൻ എന്റെ പക്കൽ ടൈം ഉണ്ടാകില്ല. അവരുടെ എല്ലാ കാര്യങ്ങളും എനിക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ആ ഫാമിലിയിൽ പെടുന്ന തന്നെ ആളല്ലേ താനുമെന്നാണ് അവൾ പറയുന്നത്. അവളുടെ ആ വാക്കുകളെല്ലാം കേട്ടിട്ട് അവൻ വളരെയധികം ഇംപ്രസ്
നെർവസ് ആകുന്നു. ഞാൻ നിന്നെ നല്ലപോലെ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അവനെ കിസ് ചെയ്തിട്ടാണ് അവൾ അവിടെ നിന്നും പോകുന്നത്. ആ സന്തോഷത്തിൽ അവനാകട്ടെ വൈകിട്ട് അവൾ വരുമ്പോൾ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാമിലി മെമ്പേഴ്സുമായിട്ട് ചേർന്നിട്ട് അവിടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്യുന്നു. ആ ടൈമിൽ ഒരാളാകട്ടെ ഇന്ദു പ്രിന്റ് ചെയ്യാൻ കൊടുത്തൊരു ബുക്ക് ആകട്ടെ അവന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നു. ആദ്യം അവനത് ശ്രദ്ധിക്കാതെ അകത്ത് കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞെങ്കിലും പിന്നീടാണ് അതിന്റെ കവർ പേജ് അവൻ ശ്രദ്ധിക്കുന്നത്. ദ മാൻ ഗോവർദ്ധൻ എന്നെഴുതിയ അവളുടെ തീസിസ് ആയിരുന്നു അത്. അവന്റെ ഫാമിലിയെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും അതിലുണ്ടായിരുന്നു. അവൻ എങ്ങനെയാണ് ചെലവ് ചുരുക്കി ജീവിക്കുന്നതെന്നും അവന്റെ കയ്യിലുള്ള പഴയ ബൈക്കിനെ പറ്റിയും അവന്റെ കയ്യിലുള്ള പഴയ ഫോണിനെ പറ്റിയും ഒക്കെ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അവളുടെ തീസിസ് എഴുതാൻ വേണ്ടിയിട്ടാണ് തന്നോട് അടുപ്പം കാണിച്ചതെന്ന് അവൻ വിചാരിക്കുന്നുണ്ട്. അവൻ നേരെ അവളുടെ കോളേജിലേക്ക് ചെല്ലുമ്പോൾ തീസിസ് കംപ്ലീറ്റ് ചെയ്തതിൽ പ്രൊഫസറിന്റെ കയ്യിൽ നിന്നും അവൾക്ക് വളരെയധികം അഭിനന്ദനങ്ങൾ കിട്ടുകയായിരുന്നു. ഈ തീസിസിന് വേണ്ടിയിട്ട് നീ നന്നായി ആക്ട് ചെയ്തു എന്ന് അവളുടെ കൂട്ടുകാരികളും പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ടുവന്ന ഗോവർദ്ധനാകട്ടെ അവളോട് വഴക്കിടുന്നുണ്ട്. നീ എന്റെ ഫാമിലിയിലേക്ക് നുഴഞ്ഞു കയറി നിനക്ക് തോന്നിയ കാര്യങ്ങളാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നതെന്നും അവിടെ നടക്കുന്ന യഥാർത്ഥ കാര്യങ്ങളല്ലെന്നും അവൻ പറയുന്നു. എന്റെ ഫാമിലിയിലെ പ്രൈവറ്റ് കാര്യങ്ങളെല്ലാം നീ പബ്ലിക് ആക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവളെ അവൻ അടിക്കുന്നുണ്ട്. നിന്റെ ഈ തീസിസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നീ എന്നെ കിസ് ചെയ്യുക വരെ ചെയ്തു. നീ ഒരു ക്യാരക്ടർലെസ് വുമൺ ആണെന്ന് പറഞ്ഞിട്ടാണ് അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത്. അവൾ പറയുന്നതൊന്നും അവൻ കേൾക്കാൻ നിന്നില്ല. ഇന്ദു ആകെ തകർന്നു പോകുന്നു. അവളോട് പകരം വീട്ടാൻ അവനാകട്ടെ വലിയൊരു ബിസിനസ്മാനെ കാണുന്നുണ്ട്. ഗ്രാജുവേഷൻ കഴിഞ്ഞ സമയത്ത് അയാൾ അവനൊരു ജോലി ഓഫർ ചെയ്തിരുന്നു. എന്നാൽ തന്റെ ഫാമിലിയുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് അന്ന് അവൻ റിജക്ട് ചെയ്തിരുന്നു അത്. ഇന്ന് താൻ ആ ഓഫർ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് അവൻ അയാളെ കണ്ട് പറയുന്നുണ്ട്. അതൊരു US പ്രോജക്റ്റ് ആയിരുന്നു. അയാൾ അവനെ അപ്പോയിന്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അവൻ 2 വർഷത്തെ സാലറി അഡ്വാൻസ് ആയിട്ട് അയാളുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്നു. അവൻ ആ കാശുമായിട്ട് നേരെ പോയി അവന്റെ പഴയ ഫോൺ മാറ്റിയിട്ട് പുതിയൊരു ഐഫോൺ വാങ്ങുന്നു. എന്നിട്ട് ഇന്ദുവിനെ വിളിച്ച് കാണിക്കുന്നുണ്ട് ഞാൻ പുതിയ ഫോൺ വാങ്ങിയെന്ന്. പഴയ ബൈക്ക് മാറ്റി അവൻ പുതിയൊരു ബൈക്ക് വാങ്ങുന്നു. അതും അവളെ വിളിച്ച് കാണിക്കുന്നു. അവള് പറയുന്നതൊന്നും അവൻ കേൾക്കാൻ നിൽക്കുന്നില്ല. നീ അതിൽ എഴുതിയിരിക്കുന്നത് എന്റെ ഫോൺ പഴയതാണെന്നും എന്റെ ബൈക്ക് പഴയതാണെന്നുമല്ലേ? അതൊന്നും ശരിയല്ല എന്ന് ഞാൻ വരുത്തി തീർക്കും. എന്റെ ചേട്ടത്തിമാർക്ക് ഇടാൻ ജ്വല്ലറി ഇല്ലാന്ന് നീ എഴുതിയിരിക്കുന്നു. അവൻ അവർക്ക് വേണ്ടി 15ഉം 10ഉം പവന്റെ ജ്വല്ലറീസ് വാങ്ങിക്കുന്നുണ്ട്. അതെല്ലാം അവളെ വിളിച്ച് കാണിക്കുന്നു. അവന്റെ വീട്ടിലെ കുട്ടികളെ ആകട്ടെ പഴയ സ്കൂളിൽ നിന്നും മാറ്റി പുതിയ സ്കൂളിലേക്ക് ചേർത്തിരിക്കുന്നു. അവർക്ക് സഞ്ചരിക്കാൻ ഇപ്പോൾ AC ബസ്സാണുള്ളതെന്ന് അവൻ പറയുന്നു. എന്നിട്ട് തന്റെ പുതിയ ഓഫീസ് കെട്ടിടവും അവൻ വീഡിയോ കോളിൽ വിളിച്ച് അവളെ കാണിക്കുന്നുണ്ട്. കുറച്ചു കഴിയുമ്പോൾ അവളുടെ കോളും കട്ടാക്കിയിട്ട് അവൻ ബോസിന്റെ റൂമിലേക്ക് കയറുന്നു. അവിടെ ഇന്ദു ഇരിക്കുന്ന കണ്ടിട്ട് അവൻ ആദ്യം ഒന്ന് ഞെട്ടി. എന്നാൽ അവളെ മൈൻഡ് ചെയ്യാതെ അവൻ അവിടെ ഇരിക്കുകയായിരുന്നു. അവന്റെ ബോസ് വന്നു കഴിഞ്ഞപ്പോഴാകട്ടെ അവനോട് അയാൾ പറയുന്നുണ്ട് ഇതെന്റെ മകൾ ഇന്ദുവാണെന്നും ഈ കമ്പനിയുടെ CEO ആണെന്നും. അവന്റെ കാലിന്റെ അടിയിൽ നിന്ന് മണ്ണ് മുഴുവൻ ചോർന്നു പോകുന്ന അവസ്ഥയായിരുന്നു. അവളെയും വെല്ലുവിളിച്ചിട്ട് അവസാനം അവളുടെ കമ്പനിയിൽ തന്നെ വന്നിരിക്കുന്നു. വൈകുന്നേരം അവൻ കൂട്ടുകാരോട് പറയുന്നുണ്ട് അവളെല്ലാം അവളുടെ അച്ഛനോട് പറഞ്ഞിരിക്കും എന്റെ ജോലി എന്തായാലും പോകും. അതൊന്നും സാരമില്ല, അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശ് ഞാൻ എന്റെ വീട് പണയം വെച്ചിട്ടായാലും കൊടുക്കുമെന്ന് അവൻ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കമ്പനിയിൽ നിന്ന് അവന് കോള് വരുന്നുണ്ട് നാളെ US പോകാൻ റെഡി ആയിക്കോന്ന്. ജോലി പോയിട്ടില്ല എന്നറിഞ്ഞപ്പോ അവന് കുറച്ച് സമാധാനമായി. എന്നാൽ പിറ്റേന്ന് US പോകാൻ അവന്റെ കൂടെ ഇന്ദുവും ഉണ്ടായിരുന്നു. അവൾക്ക് ബിസിനസ് ക്ലാസ്സും അവൻ എക്കണോമി എടുത്തു കൊടുത്തത് അവൻ ഇഷ്ടപ്പെട്ടില്ല. അവൻ മാനേജറിനെ വിളിച്ച് കംപ്ലൈന്റ് പറയുന്നു. അവനും ബിസിനസ് ക്ലാസ് കൊടുത്തില്ലെങ്കിൽ അവൻ പോകില്ല എന്ന് പറയുമ്പോൾ അയാൾ അവൻ അപ്പൊ തന്നെ ബിസിനസ് ക്ലാസ് എടുത്തു കൊടുക്കുന്നു. US കഴിയുമ്പോൾ അവൾക്ക് പോകാൻ സെപ്പറേറ്റ് വണ്ടി ഉണ്ടായിരുന്നു. അവനെ കൊണ്ടുപോകാനാകട്ടെ സമർത്ത് എന്ന് പറയുന്ന ഒരാളാണ് വരുന്നത്. എംപ്ലോയീസിന് പോകാൻ ചെറിയ വണ്ടിയാണെന്ന് പറയുന്നു. ഇതൊന്നും തന്നെ ഗോവർദ്ധന് ഇഷ്ടപ്പെടുന്നില്ല. അവളാകട്ടെ അവിടെയുള്ള അവളുടെ സ്വന്തം വില്ലയിലേക്ക് പോകുന്നു. അവന് കിട്ടുന്നതോ ഒരു ചെറിയ ഹോട്ടൽ മുറിയും. അതിന്റെ പേരിൽ അവൻ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. ഇതറിഞ്ഞ് ഇന്ദു ആകട്ടെ സമർത്ഥന്റെ ഫോണിൽ വിളിച്ചിട്ട് ലൗഡ് സ്പീക്കർ ഇടാൻ പറയുന്നു. എന്നിട്ട് ഗോവർദ്ധനോട് അവൾ പറയുന്നുണ്ട് നിന്റെ ഈഗോ ഒക്കെ തൽക്കാലം മാറ്റിവെക്ക്, കിട്ടിയ ഈ ഓപ്പർച്യൂണിറ്റി നല്ല പോലെ ഉപയോഗപ്പെടുത്താൻ. അങ്ങനെ അവൻ തന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്നാൽ അവനാകട്ടെ കമ്പനിയിൽ തന്നെയായിരുന്നു കുളിയും നനയുമൊക്കെ. തന്റെ ഹോട്ടൽ റൂമിലെ ബാത്റൂം കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൻ അങ്ങനെ ചെയ്തത്. ഇതെല്ലാം കാണുമ്പോൾ ഇന്ദുവിന് ദേഷ്യം വരുന്നു. പിറ്റേന്ന് ഓഫീസിൽ വരുമ്പോൾ അവനാകട്ടെ അവിടെ കിടന്ന് ഉറങ്ങുന്നതാണ് അവർ കാണുന്നത്. തന്റെ റൂം ഇവിടെ നിന്ന് ഒരുപാട് ദൂരെയാണെന്നും അതുകൊണ്ട് ദിവസവും പോയി വരാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ടാണ് അവൻ അവിടെ കിടക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന കോവർക്കേഴ്സിനെ പോലും അവൻ അവനെ പോലെയാക്കി മാറ്റുന്നു. അവസാനം ശല്യം സഹിക്കവയ്യാതെ ഇന്ദു പറയുന്നുണ്ട് അവനെ തന്റെ മാൻഷനിലേക്ക് കൊണ്ടുവരാൻ. അവസരം കിട്ടുമ്പോഴെല്ലാം ഗോവർദ്ധൻ അവൾ തന്നോട് ചെയ്തതിന്റെ പേരിൽ ഇടയ്ക്കിടയ്ക്ക് അവളെ കുത്തിപ്പറയുമായിരുന്നു. അങ്ങനെ അവസാനം അവരുടെ പ്രോജക്ട് പ്രസന്റേഷൻ ഡേ എത്തുന്നു. അവിടുത്തെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന വീടുകളാണ് അവർ നിർമ്മിച്ചു കൊണ്ടിരുന്നത്. നാട്ടിൽ നിന്ന് വിട്ടുനിൽക്കുന്നെങ്കിലും കുട്ടികൾക്കും മുതിർന്നവർക്കും ആ ഒരു അന്തരീക്ഷവും ആ ഒരു വൈബും നഷ്ടപ്പെടാതെ എങ്ങനെ അതേപോലെ ഇവിടെ വീടുകൾ ഉണ്ടാക്കാമെന്നതായിരുന്നു അവരുടെ പ്രോജക്റ്റ്. അവന്റെ പ്രസന്റേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും എല്ലാവരും കൈയടിക്കുകയും ചെയ്യുന്നു. എന്നാലും ഇന്ദുവും ഗോവർദ്ധനും തമ്മിൽ പരസ്പരം മിണ്ടിയില്ല. ഇത് കണ്ടിട്ട് സമർത്ത് കാര്യം അന്വേഷിക്കുന്നു. നിങ്ങൾ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ നിങ്ങളുടെ ബാത്റൂമിൽ ഒളിഞ്ഞു നോക്കിയിട്ട് എല്ലാം
പരസ്യമാക്കി എങ്ങനെയിരിക്കും, അതുപോലെ അവൾ എന്റെ ഫാമിലിയോടും ചെയ്തു. അവനൊരു ഉദാഹരണമാണ് പറയുന്നത്. എന്നാൽ സമർത്ഥ വിചാരിക്കുന്നുണ്ട് ഇന്ദു ഇവരുടെ എല്ലാം ബാത്റൂമിൽ ഒളിഞ്ഞു നോക്കിയെന്ന്. അങ്ങനെയിരിക്കും ഒരു ദിവസം അവിടെ ടൂറിസ്റ്റ് ആയിട്ട് വന്ന ഒരാളാകട്ടെ ഇന്ദു ഈ പ്രോജക്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കണ്ടിട്ട് അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി അവളുടെ അടുത്തേക്ക് ഈ പ്രോജക്റ്റിനെ പറ്റി ചോദിക്കാൻ വരുന്നു. അവൾ അറിയാതെ അവളുടെ വീഡിയോ അവൻ എടുക്കുന്നുണ്ടായിരുന്നു. അവനും കൂട്ടുകാരും തിരിച്ചു പോകുന്ന വഴിക്ക് ഗോവർദ്ധൻ അവരെ തടയുകയും അവരെ എല്ലാം അടിച്ചു വീഴ്ത്തുകയും ചെയ്യുന്നു. ഇന്ദുവും കൂട്ടരും അവിടേക്ക് വരുമ്പോൾ അവൻ ആ വീഡിയോ കാണിക്കുന്നുണ്ട്. അവള് വിചാരിക്കുന്നുണ്ട് തന്റെ വീഡിയോ എടുത്തതിന്റെ പേരിലാണ് അവൻ ഇവരോട് അടിയുണ്ടാക്കിയതെന്ന്. എന്നാൽ ഉടനെ ഗോവർദ്ധൻ പറയുന്നു, നിന്റെ വീഡിയോ എടുത്തതിൽ പ്രശ്നമില്ല, എന്നാൽ നിന്റെ ബാക്കിലായിട്ട് ഞാനുണ്ടായിരുന്നു. എന്റെ അനുവാദമില്ലാതെ എന്റെ വീഡിയോ എടുക്കാൻ പാടില്ല, അതുപോലെ എന്റെ അനുവാദമില്ലാതെ എന്റെ വീടിനകത്തും ആരും കയറാൻ പാടില്ല. ഓഫീസിലെത്തിക്കഴിയുമ്പോൾ സമർത്ഥ് ഇന്ദുവിനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ വീഡിയോ എടുത്തതിന്റെ പേരിൽ തന്നെയാണ് അവരെ അവൻ അടിച്ചത്. അവന് നിങ്ങളോട് എന്തോ ഒരു ഫീലിങ്സ് ഉണ്ട്, എന്നാൽ നിങ്ങളാകട്ടെ അവന്റെയും അവന്റെ ഫാമിലിയുടെയും ബാത്റൂമിൽ കയറി ഒളിഞ്ഞു നോക്കാൻ പോയിട്ടല്ലേ ഈ പ്രശ്നമെല്ലാം ഉണ്ടായത്. അത് കേട്ടതും ഇന്ദു പറയുന്നുണ്ട്, കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല, താൻ ഇവനെ പറ്റി ഒരു ബുക്ക് എഴുതി, അതാണ് പ്രശ്നമെന്ന്. അവനൊരു കോമൺ മാൻ അല്ലേ, അവനെ പറ്റി എന്താ എത്ര എഴുതാനെന്ന് സമർത്ഥ് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, നീ വിചാരിക്കുന്ന പോലൊരു ടൈപ്പ് കോമൺ മാൻ അല്ല അവന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ടെന്ന്. അന്ന് രാത്രിയാകട്ടെ സമർത്ഥന്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഗോവർദ്ധന അവന്റെ അക്കൗണ്ടിൽ സാലറി കയറിയതായിട്ട് കാണുന്നു. എന്നാൽ 3 ലക്ഷത്തിന് പകരം 30,000 മാത്രമേ അവന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാര്യം അറിയാൻ അവൻ മാനേജറിനെ വിളിച്ചപ്പോൾ അയാൾ പറയുന്നുണ്ട്, എംപ്ലോയീസിന് എക്കണോമിക് ക്ലാസ് മാത്രമേ അനുവദിക്കൂ, നീ ബിസിനസ് ക്ലാസ് വേണമെന്ന് പറഞ്ഞു. അതിന്റെ ക്യാഷ് നിന്റെ സാലറിയിൽ നിന്നും കട്ടാക്കി. എന്നാൽ ബൈക്ക് വാങ്ങിയതും ഫോൺ വാങ്ങിയതും ഉൾപ്പെടെ ഒരുപാട് EMIs അവന് ബാക്കിയുണ്ട്. കുട്ടികളുടെ ഫീസും കൊടുക്കണം. അത് കാരണം 30,000 കൊണ്ട് ഒന്നിനും തികയില്ല. ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ ഒരു വഴിയുള്ളൂ, ഇന്ദു മാം മാനേജറിനെ ഒന്ന് വിളിച്ചാൽ മതി. നീ പോയി ഇന്ദു മാമിനോട് സംസാരിക്കാൻ സമർത്ഥ പറയുന്നുണ്ട്. എന്നാൽ അവനാകട്ടെ അവളോട് കാര്യമായിട്ടൊന്നും തന്നെ പറയുന്നില്ല. തന്റെ സാലറിയിൽ ചെറിയ ഇഷ്യൂ ഉണ്ടെന്നും ഒന്ന് മാനേജറിനെ വിളിക്കാനുമാണ് പറയുന്നത്. അവൻ വേണ്ട പോലെ പറയാത്ത കാരണമാണ് മാം ഒന്നും കേൾക്കാത്തതെന്ന് പറഞ്ഞിട്ട് സമർത്ഥ അവനെ വഴക്ക് പറയുന്നു. അവൻ പറഞ്ഞതിനൊന്നും തന്നെ ഇന്ദു മറുപടി പറഞ്ഞതുമില്ല. ഒരു രാത്രി കൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും കാശുണ്ടാക്കാൻ പറ്റുമോ എന്ന് അവൻ ചോദിക്കുമ്പോൾ സമർത്ഥ അവനെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അതവിടുത്തെ സെക്സ് റാക്കറ്റിന്റെ ഏരിയയായിരുന്നു. സമർത്ഥന്റെ കൈ കുറെ കാശും കൊടുത്തിട്ട് കുറെ പെൺകുട്ടികളാകട്ടെ അവനെ പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. എന്നാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലുള്ള ആളല്ല ഞാനെന്ന് അവൻ ഒരുപാട് തവണ പറഞ്ഞെങ്കിലും അവരൊന്നും കേട്ടില്ല. അതുവഴി പോയ ഇന്ദു ആകട്ടെ അവന്റെ ബഹളം കണ്ടിട്ട് അവിടേക്ക് ചെല്ലുന്നു. രക്ഷപ്പെടാൻ വേണ്ടി ഗോവർദ്ധൻ പറയുന്നുണ്ട് അതിന്റെ ഗേൾഫ്രണ്ട് ആണെന്നും അതുകൊണ്ട് നിങ്ങളുടെ കൂടെ വരാൻ പറ്റില്ല എന്നും. ആദ്യം മൈൻഡ് ചെയ്യാതിരുന്നെങ്കിലും അവസാനം അവന്റെ അവസ്ഥ കണ്ടിട്ട് അവൾ പറയുന്നുണ്ട് അതെന്റെ ആളാണെന്ന്. എന്നിട്ട് ഗോവർദ്ധൻ കേൾക്കാനായിട്ട് സമർത്ഥനോട് അവൾ പറയുന്നുണ്ട്, ജോലി ചെയ്യാൻ വന്ന മര്യാദയ്ക്ക് ജോലി എടുക്കണം, എന്റെ കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന്. അങ്ങനെ തിരിച്ച് റൂമിലെത്തി അവനെ ആകട്ടെ അവന്റെ ചേട്ടൻ വിളിക്കുന്നുണ്ട്. നീ പറഞ്ഞിട്ട് 3 ലക്ഷം രൂപ ഒരാൾ ഇവിടെ കൊണ്ടു തന്നു എന്ന്. അവന്റെ ചേട്ടനാകട്ടെ മദ്യപാനമൊക്കെ നിർത്തിയിരുന്നു. വീണ്ടും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. തനിക്ക് വേണ്ടി തന്റെ സാലറി വീട്ടിലെത്തിച്ചത് ഇന്ദു ആണെന്ന് അവന് മനസ്സിലായി. സമർത്ഥ് പറയുന്നുണ്ട്, മാനേജർ വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു നിന്റെ ഫാമിലിക്ക് ഫിനാൻഷ്യലി ഒരു പ്രോബ്ലവും വരാൻ പാടില്ല എന്ന് ഓൾറെഡി ഇന്ദു മാം അയാളെ അറിയിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ അവനാകട്ടെ അവളോട് പോയി താങ്ക്സ് പറയുന്നു. പിന്നീട് പതിയെ പതിയെ അവരുടെ ഇടയിലുള്ള ആ അകൽച്ചയൊക്കെ കുറഞ്ഞു വന്നു. അവർ ഒരുമിച്ച് വളരെ നല്ല രീതിയിൽ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നു. അവന്റെ ഫാമിലി അവനെ വീഡിയോ കോൾ ചെയ്യുമ്പോഴൊക്കെ അവൻ അവളുടെ കയ്യിലും ഫോൺ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അവരുടെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയതിന്റെ സന്തോഷത്തിലെ പാർട്ടി നടത്തുന്ന സമയത്ത് അവന്റെ ബോസ് ആകട്ടെ എല്ലാ ക്രെഡിറ്റും കൊടുക്കുന്നത് അയാളുടെ മകൾ ഇന്ദുവിനായിരുന്നു. അതിനുവേണ്ടി വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തത് ഗോവർദ്ധനാണെന്ന് അവൾ ഓൾറെഡി അയാളോട് പറഞ്ഞിരുന്നു. എന്നിട്ട് പോലും അയാൾ അവൾക്കാണ് ക്രെഡിറ്റ് കൊടുത്തത്. അവൾക്കതിൽ ഒരുപാട് വിഷമം തോന്നി. എന്നാൽ പാർട്ടി കഴിഞ്ഞപ്പോൾ ബോസ് ആകട്ടെ അവനോട് പറയുന്നുണ്ട്, നീ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തെന്ന് എനിക്കറിയാം, ഞാൻ ആ ക്രെഡിറ്റ് എന്റെ മകൾക്ക് കൊടുത്തതിൽ നിനക്ക് വിഷമമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് ഒരിക്കലുമില്ല എന്ന്. ഇന്ദു ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ തന്നെ ഇന്ദുവിന് എല്ലാ ക്രെഡിറ്റും കൊടുക്കാൻ തയ്യാറാണ്. അവൻ പോയി കഴിയുമ്പോൾ ഇന്ദു ആകട്ടെ സമർത്ഥനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഒരു തവണ അവൻ അവന്റേതായി എല്ലാവരെയും കരുതി കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ഒരുപാട് സ്നേഹം നൽകും. ഇന്ദു ആകട്ടെ അവനെ ഒരുപാട് കെയർ ചെയ്യാൻ തുടങ്ങിയിരുന്നു. അവളിങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരത്ത് ആ സ്ത്രീകൾ പറയുന്നു, ഇതുവരെ ഒരു കുഴപ്പവുമില്ല, പിന്നെ എന്താണ് സംഭവിച്ചതെന്ന്. അവൾ പിന്നീട് അവർക്കിടയിലുണ്ടായ പ്രശ്നമാണ് പറയാൻ തുടങ്ങുന്നത്. അവളുടെ ഒരു ഫാമിലി ഫംഗ്ഷന് വേണ്ടിയിട്ട് അവനെ അവൾ ഇൻവൈറ്റ് ചെയ്തിരുന്നു. ആ മാരേജ് ഫംഗ്ഷൻ ഇടയിൽ വെച്ചിട്ട് അവന് നേരത്തെ പരിചയമുള്ള ഒരു സ്ത്രീ ആകട്ടെ അവനോട് ചോദിക്കുന്നുണ്ട്, നീ ഇന്ദുവും തമ്മിൽ പ്രണയത്തിലാണോ എന്ന്. എന്നാൽ അങ്ങനെയൊന്നും ഇല്ല എന്നും ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പരസ്പരം ഈഗോ എല്ലാം മറന്നിട്ട് ഒരുമിച്ച് നിന്നേ ഉള്ളൂ എന്നുമാണ് അവൻ പറയുന്നത്. ഇതെല്ലാം ഇന്ദു കേൾക്കുന്നുണ്ടായിരുന്നു. അവൾ എനിക്കും എന്റെ ഫാമിലിക്കും തന്ന റെസ്പെക്ട് എല്ലാം വളരെ വലുതാ, അതെനിക്കറിയാം. ഒരു ക്രിമിനലിനെ വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ താമസിപ്പിക്കാം, നമ്മൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഒരു അഡിക്ഷൻ ഉള്ള ആളെ നമുക്ക് വീട്ടിൽ താമസിപ്പിക്കാം, അയാളെ നല്ല പോലെ നോക്കിയാൽ മതി. പക്ഷേ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ഉപയോഗിക്കുന്ന ഒരാളെ നമ്മുടെ വീട്ടിൽ ഒരിക്കലും താമസിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളവർ നമ്മളുടെ ഫാമിലി തന്നെ തകർക്കും. ഇതെല്ലാം ഇന്ദു പിറകിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം അവളെ മാനസികമായിട്ട് ഒരുപാട് തളർത്തി. ഈ
US പ്രോജക്റ്റ് വളരെ നല്ല രീതിയിൽ പൂർത്തിയാക്കണമായിരുന്നു. അതിനുവേണ്ടി എന്റെ കൂടെ അവളൊരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് മാത്രമാണ് വെച്ചിരിക്കുന്നത്, അല്ലാതെ ഞങ്ങൾക്കിടയിൽ ഒരു ഫീലിങ്സും ഇല്ല എന്ന് അവൻ പറയുന്നു. അവന്റെ ഈ സംസാരം എല്ലാം കേട്ട ഇന്ദു ആകട്ടെ പിന്നീട് അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. അവന്റെ ഫാമിലിയോടും അധികം സംസാരിക്കാതെയായി. 2-3 ദിവസമായിട്ട് അവളിങ്ങനെ പെരുമാറാൻ തുടങ്ങിയപ്പോൾ അവൻ പോയി കാര്യം അന്വേഷിക്കുന്നു. എന്റെ പ്രോബ്ലം എന്താണെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ എന്ന് അവൾ ചോദിക്കുന്നു. നിന്റെ ഫാമിലിയിലേക്ക് ഞാൻ വന്നതാണ് എന്റെ പ്രോബ്ലം. നിന്നെക്കുറിച്ച് തീസിസ് എഴുതിയതോ എന്റെ പ്രോബ്ലമാണ്. നിന്റെ സ്നേഹം കിട്ടണമെങ്കിൽ നിന്റെ ഫാമിലിയിലെ ഒരാളായിരിക്കണം, അല്ലെങ്കിൽ നിന്റെ രക്തബന്ധമായിരിക്കണം. ഇതൊന്നും അറിയാതെ ഞാൻ എവിടെയോ പോയി ജനിച്ചു. ഇതൊക്കെയാണ് എന്റെ പ്രശ്നം. ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ആ തീസിസ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയല്ല ഞാൻ ഒരിക്കലും നിന്നെ കിസ് ചെയ്തത്. അത്രയും പറഞ്ഞിട്ട് അവൾ പോകുന്നു. പിന്നീട് അവർ രണ്ടുപേരും US നിന്ന് നാട്ടിലേക്ക് വരികയാണ്. നാട്ടിലെത്തി അവനാകട്ടെ ഒരു ദിവസം ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. അവന്റെ അക്കൗണ്ടിലേക്ക് ഒരുപാട് ക്യാഷ് ക്രെഡിറ്റ് ആയിരിക്കുന്നു. ആ പ്രോജക്റ്റ് സക്സസ് ആയതിന്റെ പ്രതിഫലമായിരുന്നു അത്. അതിന് നന്ദി പറയാൻ അവൻ നേരെ അവന്റെ ബോസിനെ കാണാൻ ചെല്ലുന്നു. എന്നെപ്പോലൊരു സാധാരണക്കാരന്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ അപ്പിയറൻസോ ഒന്നും നോക്കാതെ എന്റെ ടാലന്റിൽ വിശ്വസിച്ചതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. അവൻ പോകുന്നതിന് മുമ്പ് അയാൾ ചോദിക്കുന്നുണ്ട്, ഇന്ദു നിന്നെ കുറിച്ച് തീസിസ് എഴുതിയതിൽ നീ ഒരുപാട് ദേഷ്യം അവളോട് കാണിച്ചു. എന്നാൽ ആ തീസിസിൽ അവൾ എന്താണ് എഴുതിയിരുന്നതെന്ന് നീ ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ അയാളാകട്ടെ ഇന്ദു ആ തീസിസ് വായിക്കുന്ന സമയത്ത് അവൾ എന്തൊക്കെയാണ് അതിൽ എഴുതിയിരുന്നെന്നുള്ള കാര്യങ്ങൾ അവനോട് പറഞ്ഞു കേൾപ്പിക്കുന്നു. ഗോവർദ്ധൻ എങ്ങനെയാണ് അവന്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്നതെന്നും അവർക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ നേരിടുന്നതെന്നും ഒക്കെ അവൾ അതിൽ എഴുതിയിരുന്നു. 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ തന്റെ സ്വപ്നങ്ങളെല്ലാം മറന്നിട്ട് തന്റെ ഫാമിലിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നു. എന്ത് ജോലിയും ചെയ്യാൻ ഒരു മടിയുമില്ല അവന്. അവന്റെ ലൈഫ് സ്റ്റൈലും ജീവിത രീതികളും മറ്റുള്ളവർക്ക് മോശമായി തോന്നാം. എന്നാൽ അവന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകും അത് എത്രത്തോളം ആവശ്യമാണെന്നും എത്രത്തോളം സന്തോഷം തരുന്നതാണെന്നും. അവന്റെ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം എപ്പോഴും വളരെയധികം സന്തോഷത്തിലാണ്. അവന്റെ സ്നേഹം എല്ലാവർക്കും ധൈര്യം നൽകും. അവനെപ്പോലൊരാളെ കുറിച്ച് അവന്റെ ഫാമിലി മെമ്പേഴ്സ് മാത്രം അറിഞ്ഞാൽ പോരാ, എല്ലാവരും അറിയണം. സ്വന്തം താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും വേണ്ടിയിട്ട് ഫാമിലി ഇട്ടിട്ട് പോകുന്ന ഇന്നത്തെ ജനറേഷൻ പലരും അവനെ കണ്ടു പഠിക്കണം. അവനെക്കുറിച്ച് എല്ലാവരും സ്റ്റഡി ചെയ്യണം. അവനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. അവനെ മാതൃകയാക്കി ജീവിക്കണം. ഞാൻ എന്റെ തീസിസ് ഇങ്ങനെയുള്ള ഒരുപാട് പേർക്ക് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവൾ അത് അവസാനിപ്പിക്കുന്നത്. താൻ ഇന്ദുവിനെ ഒരുപാട് തെറ്റിദ്ധരിച്ചുവെന്ന് ഗോവർദ്ധൻ മനസ്സിലാക്കി. ഇന്ദു എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവളുടെ കല്യാണമാണെന്നാണ് അയാൾ പറയുന്നത്. ഇനിയാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. അന്ന് US വെച്ച് ഇന്ദുവിന്റെ വീഡിയോ എടുത്തതിൽ ഗോവർദ്ധൻ അടിയുണ്ടാക്കിയ ആ പയ്യന്മാരെ അപ്പോൾ തന്നെ പോലീസ് ചേസ് ചെയ്തിരുന്നു. അതിനിടയിൽ അവരുടെ വണ്ടി ആക്സിഡന്റ് ആകുന്നു. ആ പയ്യനാകട്ടെ നാട്ടിലെ വലിയൊരു പൊളിറ്റീഷ്യന്റെ ഗ്രാൻഡ് സൺ ആയിരുന്നു. അയാളുടെ പിൻഗാമിയായിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനിരുന്ന അവനാകട്ടെ US നിന്ന് തിരിച്ചു വന്നത് പാരലൈസ്ഡ് ആയിട്ടാണ്. അവനിനി ഒരിക്കലും പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാൻ കഴിയില്ല. അവനെ നോക്കാനുള്ള ശേഷി അവന്റെ അമ്മയ്ക്കുമില്ല. എല്ലാവർക്കും വയസ്സായി. അതുകൊണ്ട് അവന്റെ കല്യാണം കഴിപ്പിക്കാനും അവന്റെ വൈഫിനെ അവനെ നോക്കാൻ നിർത്താനുമാണ് അയാൾ തീരുമാനിച്ചിരിക്കുന്നത്. US നടന്ന കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് തന്നെ അയാളാകട്ടെ ഇന്ദുവിന്റെ അച്ഛനെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ഈ വിവാഹത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ഈ നാട്ടിലെ ആണുങ്ങളെല്ലാം ചേർന്നിട്ട് അവളെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞിട്ട്. ഇതറിഞ്ഞ ഗോവർദ്ധനാകട്ടെ അവൾ എഴുതിയ തീസിസിന്റെ ബുക്കിന്റെ കോപ്പിയുമായിട്ട് തന്റെ അമ്മയും കൂട്ടി ആ വീട്ടിലേക്ക് പോകുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും കയ്യിൽ ആ ബുക്ക് കൊടുക്കുന്നു. എന്നിട്ട് ഇന്ദുവിനെ വിളിക്കുന്നുണ്ട്. അവൻ വിളിച്ചിട്ട് അവൾ ഇറങ്ങി വരുന്നില്ല. അവസാനം അവന്റെ അമ്മ വിളിക്കുമ്പോഴാണ് അവൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. അവൾ തീസിസിൽ എഴുതിയിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവനവന്റെ അമ്മയെ കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും പറഞ്ഞു കേൾപ്പിക്കുന്നു. അവൻ പ്രശ്നമുണ്ടാക്കാൻ വരുന്ന കണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ അവനെ തടയുന്നുണ്ട്. എന്നാൽ അവരെ എല്ലാം തന്നെ അവൻ അടിച്ചൊതുക്കുന്നു. ആ പൊളിറ്റീഷ്യനാകട്ടെ അവന് നേരെ തോക്കു ചൂണ്ടെന്ന് കണ്ടിട്ട് ഇന്ദു അവനെ വിളിക്കുന്നു. അവൻ നേരെ ആ പൊളിറ്റീഷ്യനോട് പോയി പറയുന്നുണ്ട്, എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങളെ ഉപദ്രവിക്കാം, പക്ഷെ ഞാനത് ചെയ്യില്ല. അന്ന് അവൻ ചെയ്തത് തെറ്റാണ്. പക്ഷെ അതിന് പകരമായിട്ട് അവൻ ഇത്ര വലിയ ശിക്ഷ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. അവനെ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാ ഇന്ദുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നത്? എന്റെ വീട്ടിലേക്ക് വിട്ടേക്ക്. എന്റെ ഫാമിലിയോടൊപ്പം ഞാൻ അവനെയും നോക്കിക്കൊള്ളാം. അത് കേട്ടിട്ട് അയാളും ആകെ ഞെട്ടിത്തെറിച്ചു നിൽക്കുകയാണ്. ഫാമിലിയിൽ ഒരാൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ഇങ്ങനെ കൈയൊഴിയാതെ കൂടെ ചേർത്ത് നിർത്താൻ അവൻ പറയുന്നു. അവന്റെ ആ വാക്കുകളെല്ലാം തന്നെ അയാളുടെ മനസ്സിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അവൻ എന്നിട്ട് നേരെ ഇന്ദുവിനെ കൺവിൻസ് ചെയ്യാൻ പോകുന്നുണ്ട്. അവൻ എന്തൊക്കെ പറഞ്ഞിട്ടും അവൾ ഒന്നും തന്നെ കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവസാനം അവൻ അവന്റെ അമ്മയെ വിളിക്കുന്നു. അവനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കിയത് നീയാണ്. നിനക്ക് മാത്രമേ അവനെ നന്നായിട്ട് നോക്കാൻ കഴിയുമെന്ന് അവർ പറയുന്നു. അങ്ങനെ ഒരു വിധത്തിൽ അവളുടെ പിണക്കം മാറ്റുകയും അവർ രണ്ടുപേരും ഒരുമിക്കുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് എല്ലാവരുടെ അനുഗ്രഹത്തോടെ അവരുടെ വിവാഹം കഴിയുന്നതാണ്. അതോടെ ഈ മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ എക്സ്പ്ലനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.